ശ്രീ ഭാസ്കരൻ നായരുടെയും വിജയമ്മ ചേച്ചിയുടെയും വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചേച്ചി, അപ്പോൾ ഇവിടെ എത്ര ഐറ്റം ഉണ്ടെന്ന് പരിചയപ്പെടുത്തിയാൽ നമുക്ക് കൊള്ളാം. 15 സെന്റ് മാത്രമേ ഉള്ളൂ. വീടിന് എനിക്ക് തോന്നുന്നു വലിയ സ്ക്വയർ ഫീറ്റും ഇല്ല, ചെറിയ സ്ക്വയർ ഫീറ്റ്. സെക്രട്ടേറിയറ്റിലെ കണ്ട സെക്രട്ടറി ആയിരുന്നിട്ടും 1100 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് മതിയെന്ന് തീരുമാനിക്കാൻ എന്താ കാരണം? അത് ഞങ്ങൾ ചെറിയ കുടുംബമാണ്. അപ്പം എൻ്റെ മകനും മകളും മാത്രമേ ഉള്ളൂ. അവർ ഇപ്പോഴേ ഒരാൾ വിദേശത്ത് പോയി, ഒരാൾ വിദേശ കമ്പനിയിൽ ഇപ്പം ഭർത്താവിനോടൊപ്പം തിരുമല താമസിക്കുന്നു, വർക്ക് ഫ്രം ഹോം സ്കീമിൽ. അപ്പം പിന്നീട് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അവർ രണ്ടുപേരും വീട് വെച്ച് താമസിക്കുകയാണ്. അതായത് നോക്കൂ, വീടിന്റെ പൊലിമയിലൊന്നുമല്ല കാര്യം, വീടിനുള്ളിലുള്ളതിലാണ് പൊലിമയുണ്ടാവേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 15 സെന്റിൽ 1100 സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾക്ക് വിജയകരമായൊരു മട്ടുപ്പാവ് കൃഷി, അത് വീട്ടുകാർക്ക് മാത്രമല്ല, അത് എനിക്ക് തോന്നുന്നു നാട്ടുകാർക്ക് കൂടി ഗുണകരമാകുന്ന രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിച്ചു കൊടുത്തൊരു കുടുംബമാണ് നിൽക്കുന്നത്. ഏതൊക്കെ ഐറ്റം ഉണ്ടെന്ന് നമുക്കൊന്ന് വളരെ പെട്ടെന്ന് നോക്കി വന്നാൽ, ഇത് തക്കാളി, ഈ താഴെ കണ്ട തക്കാളിയും ഈ തക്കാളിയും വ്യത്യാസമുണ്ടോ? രണ്ടും രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നോക്കൂ, 2 ടൈപ്പ് തക്കാളി. ഇനി ഇത് അങ്ങോട്ട് നടന്നോ. ഇതിന്റെ പേരെന്താ? ഇത് ചൈനീസ് ക്യാബേജ്. ഇത് ചൈനീസ് ക്യാബേജ്. ഈ ക്യാബേജ് ഇവിടെ ഉണ്ടാവും. പിന്നെ വലിയ ക്യാബേജ് ആണോ ചെറുതാണോ? ഇതിങ്ങനെ ഇല കൂടി വരും. അപ്പൊ ഇതിന്റെ ഇല നമുക്ക് സാലഡിന് ഉപയോഗിക്കാനും തോരൻ വെക്കാനും സൂപ്പർ. അതായത് കഴിക്കാൻ കൊള്ളാം ഇല. പിന്നെ പച്ചക്ക് കഴിക്കാം. കൊള്ളാം. അപ്പൊ ചൈനീസ് ക്യാബേജ്, ക്യാബേജിൽ ചൈനയും പാകിസ്ഥാനും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ചൈനയിൽ നിന്ന് വരുന്നതായിരിക്കും അല്ലേ? അപ്പൊ സാധാരണ ചൈനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, പക്ഷേ ഇത് ഒറിജിനൽ അതാണ്. അപ്പൊ ചൈനീസ് ക്യാബേജ് ആണ്, അതിന്റെ ഇലകളാണ് നിങ്ങൾ കാണുന്നത്. അത് നമുക്ക് മട്ടുപ്പാവി ആദായകരമായി കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇത് പച്ചമുളകാണ്. ഇത് പച്ചമുളക്. ഇത് കാന്താരിയാണോ? ഇതല്ലല്ലോ, സാധാ പച്ചമുളക്. ഇത് വയലറ്റ് പച്ചമുളക്. നോക്കൂ, പച്ചമുളകിൽ തന്നെ 2-3 ഇനമുണ്ട്. ഇത് ചീര, ഇത് സുന്ദരി ചീര. സംഭവം ശരിയാണല്ലോ, സുന്ദരിയാണല്ലോ. മയിൽപീലി ചീര, അതായത് പല നിറമായിരിക്കും. മയിൽപീലിയുടെ നിറം നോക്കൂ, ഇല നോക്കൂ, മയിൽപീലി ചീര. വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ധാരാളം കൃഷി അല്ല, തോരൻ വയ്ക്കാൻ കൊള്ളാലോ, നല്ലത്. ഇത് അലങ്കാര സസ്യമായിട്ട് ഉപയോഗിക്കാൻ കൃഷി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, പിന്നെ ഇത് തൊണ്ടമുളക്, സാമ്പാർ മുളക്. ഇതെല്ലാം തീർന്നു. ഇതെല്ലാം വിളവ് തീർന്നു നിൽക്കുകയാണ്. സെലറി. ഓക്കെ, ഗ്രേറ്റ്. ഇവിടെ പയറുമുണ്ട് അപ്പുറത്ത്. അതാ ഒരു ഭാഗത്ത് എന്താണ് നമ്മുടെ തക്കാളി. ഇത് ഈ ഐറ്റത്തിന് എന്താ പറയുന്ന പേരറിയോ? ചെറിയ തക്കാളിയാണ്. ഷാഹോ തക്കാളിയുടെ പേരാണ്. ജപ്പാനാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പം ജപ്പാനെയും ചൈനയൊക്കെ കാണാം നമുക്ക് ഇവിടെ അരുവിക്കരയിലേക്ക് വന്നാൽ. തക്കാളിയുടെ രൂപത്തിലും ഒപ്പം ചീരയുടെ രൂപത്തിലും ഈ കാബേജിന്റെ രൂപത്തിലും ഒക്കെ കാണാം. അപ്പം നമ്മൾ ഒരു റോ പൂർത്തിയാക്കി. ഇത് കണ്ടാലും തീരില്ല കേട്ടോ. പാലക് ചീര അല്ലേ? പാലക് ചീരയുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് വരുമോ? ഫ്രൂട്ട് പിടിച്ചു. 200 കാ കിട്ടി. 200 കായോ? അവാർഡിന്റെ സീസണിൽ 200 കൂടുതൽ കാ കിട്ടിയിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് അടക്കം പിടിച്ചു. സാധാരണ ആൾക്കാർ നമ്മുടെ ഈ കോളേജുകളിലെ നാക്കിന്റെ പരിശോധന വരുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ഗാർഡൻ ഉണ്ടാക്കും. ഒറ്റ രാത്രി കൊണ്ട് ഗാർഡൻ ഉണ്ടാക്കും. എങ്ങനെയാണെന്നറിയോ? ഇതേപോലുള്ള നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് അവിടെ പൂന്തോട്ടം ഉണ്ടാക്കും. ഇതങ്ങനെയല്ല, ഇത് ഒറിജിനലാണ് കേട്ടോ. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് 200 എണ്ണം ഇവിടെ നിന്നുണ്ടാക്കി. വിവിധ ഇനം ചീരകൾ, വിവിധ ഇനം ക്യാബേജുകൾ, പാലക് ചീര എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ജമന്തി പൂവുണ്ട്. ഇത് വീണ്ടും മുളക്. ഇത് വേറെ ഐറ്റം മുളകാണ്. ചെറുതക്കാളി എന്ന് പറയും. ചെറുതക്കാളി. ഇതേപോലെ തക്കാളിയുടെ മൂന്നാമത്തെ ഐറ്റം ചെറുതക്കാളി. ഇത് ചുണ്ടയ്ക്ക പോലെയാണല്ലോ ഇരിക്കുന്നത്. ഇത് നമുക്ക് സാലഡിന് ഉപയോഗിക്കാം. രസം വെക്കാൻ സൂപ്പറാണ്. അല്ലേ? ഇത് തക്കാളിയുടെ വേറെ ഒരെണ്ണം വരണതേ ഉള്ളൂ. മഞ്ഞ നിറമാണ്. നീളത്തിലുള്ള തക്കാളിയാണ്. മഞ്ഞ നിറത്തിൽ വരണം. അപ്പൊ 4 ടൈപ്പ് തക്കാളി ഉണ്ട്. 4 ടൈപ്പ് തക്കാളി തന്നെ 4 ഐറ്റം. 15 സെന്റേ ഉള്ളു കേട്ടോ. പിന്നെ ഇത് പാൽമുളകല്ല, വേറെ വെള്ളക്കാന്താരി അല്ല. നല്ല സാധാരണ പച്ചമുളകിന്റെ എരിയ. ഓക്കെ, ഉപ്പിലിടാനൊക്കെ നല്ലതായിരിക്കും അല്ലെ? വെള്ളുപ്പിലിടാനും തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം ഇത് മുളകിന്റെ ഒരു സെക്ഷൻ, അത് തക്കാളിയുടെ ഒരു സെക്ഷൻ. ഇത് നമുക്ക് അങ്ങോട്ട് കൂടി ഒന്ന് പോവാം. ഇത് പാവയ്ക്ക അല്ലേ? പാവയ്ക്കയും മുകളിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. സാധാരണ രീതിയിൽ പാവയ്ക്കൊക്കെ ഈ കീടങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഇവിടെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇതിപ്പോ ഞാൻ ഇതിൽ നിന്ന് തന്നെ ഒരു 10-20 കിലോ പറിച്ചു കഴിഞ്ഞു. 20 കിലോ പറിച്ചു? ഏകദേശം തീരാറായി. അത് എത്ര ഒരു പാവലിന്റെ സീസൺ എത്ര നാളാണ്? ഒരു പാവന് ഒരു 4 മാസമൊക്കെ നിൽക്കും, 4-5 മാസം. ഓക്കെ. അപ്പോൾ നോക്കൂ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അരുവിക്കരയിലുള്ള 15 സെന്റിലുള്ള 1200 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടിന്റെ മട്ടുപ്പാവിലുള്ള വ്യത്യസ്ത തരം കൃഷികളാണ്. ഇനിയും അങ്ങോട്ട് കാണാൻ ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാവലിന്റെ അടിയിലാണ്. ശരിക്കും പറയാം, ഇവിടെ വന്നിരിക്കാറൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. മാനസിക സംഘർഷമൊക്കെ തോന്നുമ്പോൾ? സംഘർഷം ഇപ്പൊ ഇല്ല. ഈ കൃഷി തുടങ്ങിയതിന് ശേഷം സംഘർഷം ഇല്ല സാറേ. അതാണ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല മെസ്സേജുകൾ. പച്ചക്കറി കൃഷി തുടങ്ങിയതിന് ശേഷം ഒരു സംഘർഷവും ഇല്ല.
സന്തോഷം മാത്രമേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഈ സാധാരണ കർഷകരെ സംബന്ധിച്ചൊരു പക്ഷേ അങ്ങനെ ആവണം എന്നില്ല. അവരുടെ മനസ്സ് ഒരുപാട് പ്രതിസന്ധിയിൽ പോകുന്നൊരു ഘട്ടമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, മട്ടുപ്പാവ് കൃഷിയൊക്കെ നടത്തി കൃഷി ഒരു ഹോബിയായിട്ട് കണക്കാക്കിയിരിക്കുന്ന മനുഷ്യർക്കൊണ്ട് സംഘർഷം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല കാര്യമാണ്. ഈ പാവയ്ക്കെടുത്തും ചീരയെടുത്തും ഒക്കെ നമ്മൾ പോയി സങ്കടം പറഞ്ഞ പ്രശ്നം തീരുമല്ലോ. അവർക്ക് തീരാത്ത പ്രശ്നം. ഇത് സുന്ദരി ചീരയാണ്. ഇതാണ് സുന്ദരി അല്ലേ? ഇത് സുന്ദരിയാണ്. അത് കാണുമ്പോൾ തന്നെ ഒരു സുന്ദരിയായിട്ട് തോന്നുന്നു. അതെ അതെ അതെ, സുന്ദരിയായിട്ടിരിക്കുന്നു. അതിന്റെ തണ്ടുകൾ നോക്കൂ, തണ്ടിന്റെ ഭംഗി അല്ലേ, വ്യത്യസ്ത നിറങ്ങളാണ്. സുന്ദരി ചീര കണ്ടു നമ്മൾ, ഷാഹോ എന്ന് പറയുന്ന തക്കാളി കണ്ടു അല്ലേ, ഷാഹോ തക്കാളി കണ്ടു, ചെറിയ തക്കാളി കണ്ടു, മത്തൻ കണ്ടു. ഇതിന്റെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു മാസം കഴിഞ്ഞു ഒരു തോരനാവും. അപ്പൊ പെട്ടെന്ന് ആൾക്കാർ അതിഥികളൊക്കെ വന്നാൽ വീട്ടിലേക്ക് മട്ടുപ്പാവിൽ സാധനം പറിച്ചോണ്ട് പോകാൻ വയ്ക്കുക. പച്ചക്കറി വെളിയിൽ നിന്ന് വാങ്ങിക്കാറ്. എത്ര കാലമായിട്ട് വാങ്ങിക്കുന്നില്ല വീട്ടിൽ പച്ചക്കറി? ഞാൻ തുടങ്ങിയിട്ട് 9 വർഷമായി. ഒരു 8 വർഷം കൊണ്ട് മേടിക്കില്ല. തുടങ്ങിയ സീസണിലൊക്കെ കുറച്ച് മേടിക്കേണ്ടി. ഓക്കെ, എനിക്കൊന്നു അതൊരു മാതൃകയായിട്ടുള്ളൊരു കൃഷി രീതിയായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടല്ലോ, അപ്പോൾ ഇത് നിങ്ങൾക്കും സാധ്യമാണ് അല്ലേ ഭാസ്കർ നായർ സാറേ? അല്ലേ? അപ്പം ഇത് ഇവർക്കും സാധ്യമാണ്. ആകെ ചെയ്യേണ്ടത് ഒന്ന് പരിചരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും. കൃഷി ചെയ്യണമെങ്കിൽ 3 മാ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. മണ്ണ്, മനസ്സ്, മനോഭാവം. ഇത് മണ്ണ്, മനസ്സ്, മനോഭാവം. മതി മാനുഷ്. അത് പക്ഷേ വെസ്റ്റ് ബംഗാളിലെ മമതാ ബാനർജിയുടെ മുദ്രാവാക്യമാണ്. മണ്ണ്, മനസ്സ്, മനോഭാവം. ഇത് മനസ്സും മനോഭാവവും ഏകദേശം ഒരുപോലെ. ആറ്റിറ്റ്യൂഡ്, അതീവ താല്പര്യം ജനിക്കണം അല്ലെ. മണ്ണ്, മനസ്സ്, മനോഭാവം, ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഈ കൃഷി എല്ലാവർക്കും ഹോബിയായിട്ട് ചെയ്യാം. 15 സെന്റേ ഉള്ളൂ, 10 സെന്റേ ഉള്ളൂ, അവിടെയും നമുക്ക് ലാഭകരം. പിന്നെ എനിക്ക് ഇവിടുത്തെ കൃഷിഭവൻ, പഞ്ചായത്ത്, ഫാർമേഴ്സ് ബാങ്ക്, നമ്മുടെ ബാങ്ക്. അപ്പൊ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞു. സാധാരണ ബാങ്കുകളൊക്കെ ഈ കൃഷിയോട് മുഖം തിരിക്കുന്ന സമയത്ത് സഹകരണ ബാങ്കുകളിൽ പലതും കൃഷിക്കാർക്കൊപ്പം നിൽക്കുന്നു എന്നൊരു സന്ദേശം കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്രഭാതത്തിൽ. അപ്പോൾ എനിക്ക് വാർത്തയിലേക്ക് കൂടി പോയിട്ട് വരണം. പൊതുവെ എങ്ങനെയാ ഈ കൃഷിക്കൊപ്പം രാഷ്ട്രീയവും വാർത്തയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? വാർത്തയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, പക്ഷേ ഞാൻ കൂടുതലും എന്റെ കൃഷി മാത്രമാണ്. ആണോ ഭാസ്കർ? അതെ സാർ, അങ്ങനെയാണ്. കൃഷിയും പിന്നെ രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ. എനിക്ക് കൂടുതൽ നേതാക്കളെ സെക്രട്ടറിയിൽ ഇരുന്നുകൊണ്ട് ഈ അധികാര സ്ഥിരാകേന്ദ്രത്തിലാണല്ലോ ഏറെ കാലം. ഏത് വകുപ്പിലായിരുന്നു കൂടുതൽ? ധനകാര്യ വകുപ്പിലായി. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് സർക്കാർ ചട്ടങ്ങളൊക്കെ ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത്. ധനകാര്യ വകുപ്പിലെ ധനകാര്യ സെക്രട്ടറിയുടെ PA കൂടെ, ധനകാര്യ സെക്രട്ടറിയുടെ PA ആയിരുന്നു. അപ്പോൾ ഒരു കാര്യം ഞാൻ നേരിട്ട് ചോദിച്ചോട്ടെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥ ഇങ്ങനെ മോശമായത് എന്തുകൊണ്ടാണ്? അത് ഇപ്പോഴത്തെ ആ ഭരണത്തിന്റെ ഒരു പാളിച്ചയാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ പാളിച്ച ഉണ്ട്. ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ഉണ്ട്. നേരെ ആക്കിയാൽ ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷേ പഴി കേൾക്കുന്നുണ്ട്. അത് വലിയ സ്കീമുകൾ പ്രഖ്യാപിക്കുന്നു, പക്ഷേ വേണ്ടത്ര പണം കിട്ടുന്നില്ല. പക്ഷേ കേന്ദ്രത്തെ ഇങ്ങനെ പറയുന്നു. പക്ഷേ സുപ്രീം കോടതി തന്നെ കേന്ദ്രത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ വേറൊരു നിലപാടെടുത്തിട്ടുണ്ട്. ഭരണഘടനാ ബെഞ്ചിലേക്കൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ അല്ലേ? അപ്പം നമുക്ക് ശരിക്കും കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകുമല്ലോ അടുത്ത 5 വർഷം. കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് സംശയമുണ്ടോ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് നിൽക്കും എന്ന് സംശയമുണ്ടാവും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അതീവ വിജയമായിരിക്കും. എനിക്കത് ഇത്തരം ഓരോ വീടുകളും മട്ടുപ്പാവിലെയും സ്വന്തം പറമ്പിലെയും ഒക്കെ കൃഷി പ്രോത്സാഹിപ്പിക്കുക. ഇതിവിടെ വെള്ളം കിട്ടുന്നുണ്ട് അല്ലേ? ധാരാളം കിണറുണ്ട്, അതുകൊണ്ട് ധാരാളം വെള്ളം കിട്ടുന്നുണ്ട്. നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. കൃഷിമന്ത്രിയായിട്ട് എനിക്ക് നേരിട്ട് സംസാരിക്കാനുള്ള അവസരം സാറുണ്ടാക്കി തന്നു. എനിക്കത് അതൊരു എക്കോസിസ്റ്റമാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ആവാസ വ്യവസ്ഥയെ കൃഷിക്കാർ മാത്രം വിചാരിച്ച ഒന്നും നടക്കില്ല.